തിങ്കളാഴ്ച എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ അല്ലേ? അതിനാൽ എല്ലാവർക്കും ടെൻഷനും കൂടിക്കാണും. എന്നാൽ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ പരമാവധി നിങ്ങൾ പഠിച്ചു കാണുമല്ലോ അല്ലേ? SSLC എന്നാൽ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഹയർ സെക്കൻഡറി അഡ്മിഷൻ ലഭിക്കുന്നതിൻ്റെ മാനദണ്ഡം ആണ് SSLC എക്സാം മാർക്ക്. എല്ലാവരുടെയും സ്വപ്നം ഫുൾ A+ ആണ് അല്ലേ? എന്നാൽ നിങ്ങൾ എന്താകാനാണ് ആഗ്രഹം എന്നതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. +2-ന് സയൻസ് സബ്ജക്റ്റ് ഒക്കെ എടുത്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ A+ കൂടുതൽ വേണം. എന്നാൽ കൊമേഴ്സ് സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ A+ ഒരുപാട് വാങ്ങണം എന്നില്ല. പിന്നെ ITI, പോളിടെക്നിക്, TTC അങ്ങനെ ഒരുപാട് കോഴ്സുകൾ പഠിക്കുവാനായിട്ടുണ്ട്. അതിനാൽ ഇതുവരെ പഠിച്ചതൊക്കെ വീണ്ടും റിവൈസ് ചെയ്യുകയാണ് വേണ്ടത്. ഒരുപാട് ചാനലുകൾ യൂട്യൂബിൽ ലൈവ് ഒക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലൈവുകൾ കാണുക. ടെൻഷൻ അടിച്ച് പഠിച്ചതൊക്കെ മറന്നു പോകാതെ സന്തോഷത്തോടെയും പോസിറ്റീവായും പരീക്ഷയെ നേരിടുക. ഇനി രക്ഷിതാക്കളോട്, നിങ്ങളുടെ മക്കൾക്ക് അമിത ടെൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി പഠിച്ചിട്ടുണ്ടാകും. നമ്മുടെ മക്കൾക്ക് ദീർഘായുസ്സും ദുശ്ശീലങ്ങൾ ഒന്നും ഇല്ലാത്തവരായും അവരെ വളർത്തുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. ഒരുപാട് മാർക്കുകൾ വാരിക്കൂട്ടുന്നതിലൊന്നുമല്ല കാര്യം എന്ന് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.